എന്താ അമ്മ? എന്തിനാ വിളിച്ചേ? ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ആ ആ വെച്ചോ. ശരി. എന്താടോ സ്വന്തം അമ്മയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നിന്റെ പെങ്ങടെ മാല എടുത്തോണ്ട് പോയിട്ട് നീ പണയം വെച്ചായിരുന്നല്ലോ, അതെടുത്ത് കൊടുത്തായിരുന്നു? ഇല്ല. ആ ഇല്ലായിരുന്നല്ലേ? അതെടുത്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഉപദേശിക്കാൻ വാ കേട്ടാ. ഞാൻ ഒരവസരം കിട്ടിയോ പറഞ്ഞതേ ഉള്ളു, അല്ലാതെ. ഹലോ ഹലോ, ആരാ? ഞാൻ രവി, തൃശ്ശൂരിന്ന്. ഇവിടെ എന്താ കാര്യം? നമ്മുടെ KCB പ്രഭാകരൻ സാറിന്റെ വീടാണെന്ന് അറിയുന്നു. ഓ, നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ആ വീടൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് നൂത്ത് പോകണം. നൂത്ത് പോകുമ്പോ വലതുവശത്തായിട്ട് ഒരു ഇറക്കമുണ്ട്. ആ വലതുവശത്തെ ഇറക്കം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഇടത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. നീ എന്ത് പറഞ്ഞേ? വാട്ടർ അതോറിറ്റി ഉള്ള താമസാറിന്റെ വീട്ടിൽ എടാ പോസ്റ്റ് ഓഫീസിന്റെ വലത് വഴി പോകുമ്പോ സർലച്ചേച്ചിയുടെ വീടിന്റെ അത് വഴി, ആ വഴി പോകുമ്പോ സാറിന്. ഈ സർലച്ചേച്ചി പോടാ, സർലച്ചേച്ചി കാണുന്നില്ലല്ലോ. സർലച്ചേച്ചി ഇപ്പൊ പുന്നക്കാടാണ്. എന്തു ചെയ്യും? കൊറോണയൊക്കെ അല്ലയോ, കസ്റ്റമേഴ്സിന്റെ കാര്യമൊക്കെ. ഓ, സ്റ്റേ ഹോം സ്റ്റേ സേഫ് അല്ലേ? വഴി ഏതാ സർലച്ചേച്ചിയുടെ വീട്ടിലേക്കാ? അല്ലല്ല, പ്രഭാകരൻ സാറിന്റെ. ഓ, പ്രഭാകരൻ സാറിന്റെ. അതാ ഞാൻ പറഞ്ഞു. സർലച്ചേച്ചിയുടെ അതുവഴി ഒരു കുളം ഉണ്ട്, ആ കുളത്തിന്റെ അതുവഴി ഒരു ഹോട്ടലുണ്ട്. ഓ, നമ്മുടെ ദാസേട്ടന്റെ വീട്ടില്. എന്റെ പൊന്ന് സദാശിവ. സദാശിവനല്ലണ്ണ, രവി. എന്നാ എന്റെ രവി, നമ്മുടെ ദാസേട്ടന്റെ ഹോട്ടലിലെ ബിരിയാണി ഉണ്ടല്ലോ, ഈ തലശ്ശേരി ദം ബിരിയാണി ഒരു മുമ്പിൽ ഇങ്ങനെ തൊഴുതിയിരിക്കും. തന്നെ വെള്ളം വരുന്നു. നമുക്കിപ്പോ തന്നെ പോവാം. അല്ലണ്ണ, എനിക്ക് വഴി പറഞ്ഞില്ല. ഓ, നമ്മൾ വിഷയത്തെ തെന്നി പറയാൻ തോന്നുന്നു. അപ്പൊ ദാസേട്ടന്റെ വീട്. ദാസേട്ടനടാ, ദാമോദരേട്ടൻ. ഓ, ദാമോദരൻ അല്ലേട്ടാ, പീതാംബരൻ. ഓ, പീതാംബരൻ അല്ലല്ലോ, പ്രഭാകരൻ. ആ പ്രഭാകരൻ. ദാസേട്ടന്റെ ഹോട്ടലുണ്ട്. അപ്പൊ ദാസേട്ടന്റെ ഹോട്ടൽ. നീ ആ ദാസേട്ടന്റെ ഹോട്ടലിലെ പറ്റ് തീർത്തായിരുന്നു? ഏത് പറ്റി? സുമേ കളിക്കല്ലേ. നീ നിന്റെ വലിയച്ഛനും നിന്റെ കുഞ്ഞമ്മയും 3 പിള്ളേരും കൂടി വീട്ടിൽ വന്നപ്പോ വീട്ടിലൊന്നും കഴിക്കാത്തോണ്ട് നീ എന്റെ അടുത്ത് അങ്ങേരുടെ കടയിൽ പോയി പാഴ്സൽ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞോ. ഇപ്പൊ അങ്ങേരെ എന്റെ അടുത്ത് കാശ് ചോദിക്കുന്നത്. എടാ നിന്റെ അടുത്ത് നീ കൊടുക്കണോടാ. എടാ വൃത്തിയേട്ടനെ തെണ്ടിത്തന്നെ പറയുന്നോടാ. ചേട്ടാ, ഓ, ഈ പൊട്ടന്മാരോട് വഴി ചോദിക്കണ്ടായിരുന്നു. ഇനിയിപ്പൊ ആരോട് വഴി ചോദിക്കും? പുല്ല്. ചേട്ടാ, അവിടെ എന്താ വിഷയം? എന്റെ മുന്നു മക്കളെ ഒരു വഴി ചോദിച്ചതാ, അത് അടിയായി. നോക്ക്. ഓ ചേട്ടാ, അവന്മാർ എപ്പോഴും ഇങ്ങനെ തന്നെ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ചേട്ടൻ എന്താ അറിയണ്ടേ? ആ KCB പ്രഭാകരൻ സാറിന്റെ വീടാണ്. അത്രേ ഉള്ളോ? എന്തിനായിരുന്നു അവന്മാരുടെ ആരെങ്കിലും ചോദിക്കുന്നത്? ആരോടെങ്കിലും പറയണ്ട, നേരെ. അല്ല നീ പറ. അല്ല നീ പറ. അല്ല നീ തുടക്കട്ടെ, നീ പറ. അല്ലടാ നീയല്ലേ തുടക്കട്ടെ, നീ പറയടാ. അല്ല നീയല്ലേ പറയാ. ചേട്ടാ നിക്ക്, നീ അങ്ങ് പറഞ്ഞാ മതി. ഞാൻ പറയാം. നേരെ പോയിട്ട് തിരിയണം, അവിടെ പള്ളിയുണ്ട്. ആ ജംഗ്ഷനിലെ ഓപ്പോസിറ്റോട്ട് തിരിയണം. അവിടാണ് നിങ്ങൾ പറഞ്ഞ വീട്. നന്ദിയുണ്ട് മോനെ, ഒരുപാട് നന്ദിയുണ്ട്. അല്ല അത് നമ്മുടെ ലണ്ടനിലുള്ള ഉണ്ണിയുടെ വീടല്ലേ? അല്ല അതല്ലത്. അടാ ആടാ, അതാണ് ലണ്ടനിലുള്ള ഉണ്ണിയുടെ വീടാ. ഉണ്ണിയുടെ വീട് എനിക്കറിയാം. വീടാ. അല്ലടാ പറഞ്ഞില്ലേ? അതെ അതെ, തൃശ്ശൂരോട്ടുള്ള വണ്ടിയുടെ സമയം എപ്പോഴാ? അയ്യ അതായിരുന്നു 2 മണി. അല്ല 3 മണി. 2 മണിയെന്ന്. അടാ അല്ലടാ 3 മണിയാണ്, എനിക്കറിയത്തില്ലേ. 2 മണിയെന്ന് പറഞ്ഞില്ല. അണ്ണാ പ്രഭാകരന്റെ വീട്ടിൽ പോണ്ടോ? പ്രഭാകരന്റെ ഊനടാ.